ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. ദീപക് ധർമ്മടം, ഈ 6 വിദ്യാർത്ഥികളും ജാമ്യം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദുഃഖിതനായ ഒരു പിതാവിൻ്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നേക്കുമായി മകൻ അതിഭീകരമായി കൊലയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിൻ്റെ ചിത്രം. SKN ഒരു കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ഷഹബാസ്. കാരണം നാട്ടിൽ വളരെ സുസ്മേരവതനായി എല്ലാവരോടും പരിഗണനയോടുകൂടി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവരുടെ വീടിൻ്റെ പണി പോലും പൂർത്തിയായിട്ടില്ല. ആ ബാപ്പയും ഉമ്മയും ഒക്കെ ഇപ്പോഴും നിത്യ ദുഃഖത്തിലാണ്. കാരണം നന്നായി പഠിക്കുന്ന പയ്യൻ, വലിയ പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിന് ഈ പയ്യനിൽ. പക്ഷേ എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ ആ കുടുംബം വലിയ നിരാശയിൽ അല്ലെങ്കിൽ വലിയ ആഘാതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം തൻ്റെ മകനെ കൊന്ന് ഭാവി നശിപ്പിച്ചവർ തൻ്റെ മുൻപിലൂടെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് ഈ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ പിതാവും മാതാവും എല്ലാം കാണേണ്ടി വരും. മറ്റൊരു കാര്യം SKN, ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ പോലീസ് വളരെ ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി ജാമ്യത്തെ എതിർത്തിരുന്നു. ഏറ്റവും ഒടുവിൽ അവരെ പരീക്ഷ എഴുതാൻ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അത് പോലീസ് തന്നെ ഇടപെട്ട് തടഞ്ഞു. ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെയായിരുന്നു പരീക്ഷ നടത്തിയത്. അത് കഴിഞ്ഞ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് വൈകിയതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നു. പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഈ കേസിൻ്റെ ഒരു നാൾവഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ദാരുണമായ ഒരു കൊലപാതകം നടക്കുന്നത് ഒരു ട്യൂഷൻ സെൻറ്ററിൽ നടക്കുന്ന ഫെയർവെൽ പാർട്ടിയിലെ തർക്കമാണ്. ആ തർക്കത്തിൽ പകവെച്ചുകൊണ്ട് നെഞ്ചക്കുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകം, നെഞ്ചക്കുകൊണ്ട് തലക്കടിച്ച് ഈ ഏറ്റവും തലയുടെ അകത്ത് ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഇന്റേണൽ ഇഞ്ചുറിയിലാണ് മരണം. ആ മരണത്തിന് ശേഷം പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് പ്രതികളെയെല്ലാം പോലീസ് പിടികൂടുന്നു. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഗൂഢാലോചന കുറ്റത്തിലേക്ക് അല്ലെങ്കിൽ മുതിർന്നവരുടെ പങ്കാളിത്തത്തിലേക്ക് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങിയതേയുള്ളൂ. ആദ്യ കുറ്റപത്രം നൽകി. മാത്രമല്ല അന്വേഷണം തുടരുമെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. പോലീസാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ളത് കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതായത് ഈ കുട്ടികൾ പുറത്തിറങ്ങിയാൽ അവർക്ക് ജീവൻ അപായമുണ്ടായേക്കാം എന്ന വാദം കൂടി കോടതിയിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. മാത്രവുമല്ല ഷഹബാസിൻ്റെ കുടുംബത്തിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായിരുന്നു. ആ അഭിഭാഷകനും ഈ കാര്യം ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവർക്ക് പരീക്ഷ കഴിഞ്ഞ് വിധി പ്രഖ്യാപിക്കുന്നത് വൈകിയപ്പോൾ കോടതിയുടെ ഇടപെടൽ വരുന്നു. കോടതി രൂക്ഷമായി വിമർശിക്കുന്നു. ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് വിധി പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒടുവിൽ അഡ്മിഷന് വേണ്ടി ഇവർക്ക് ജാമ്യം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ദിവസത്തേക്ക് പോലീസ് സംരക്ഷണത്തിലായിരുന്നു അവർ നീങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൻ്റെ നാൾവഴികളിൽ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പൊതുജന വികാരമോ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളോ ഒന്നും ഒരു വിധിയെ സ്വാധീനിക്കില്ല എന്ന് പൊതുവേ നമ്മൾ ലീഗൽ റിപ്പോർട്ടിങ്ങിൽ പറയാറുണ്ട്. അതുതന്നെ ഇവിടെ സംഭവിക്കുന്നു. ഈ 6 പേർക്കും കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. SKN. ഓക്കെ, താങ്ക് യു. വിനോദ് കുമാർ പറയുന്നു, ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ഇത് പ്രേരണയാകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം കുറ്റങ്ങൾ ചെയ്താൽ ഈ ഇങ്ങനെയുള്ള ശിക്ഷകൾ മാത്രമല്ലല്ലോ, അവർ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും പ്രേരണയാകില്ല. എന്നാൽ പോലും നിയമവ്യവസ്ഥ കാലാനുസൃതമായി മാറേണ്ട കാലമായിരിക്കുന്നു. കാര്യം ചെറിയ കുട്ടികൾ പോലും ക്രൈമിൽ ഏർപ്പെടുന്ന ഒരു കാലത്ത് പ്രായപൂർത്തിയായില്ല എന്ന പേരിൽ ഈ കുറ്റങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് സമൂഹം ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണ്. നിയമം നിർമ്മിക്കേണ്ടത് കോടതിയുടെ ജോലിയല്ല, നിയമനിർമ്മാണ സഭയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ജുവനൈൽ ആക്ടിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കട്ടെ. കാരണം 18 വയസ്സെന്നുള്ളത് 15 വയസ്സാക്കണമെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്.